എൻ്റെ പേര് മുഹമ്മദ് സജീർ. ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്ററിലെ അവസാന വർഷ PhD വിദ്യാർത്ഥിയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള വീഡിയോകളിൽ PhD പൊസിഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, ഏത് വെബ്സൈറ്റിലാണ് തപ്പേണ്ടത്, എങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാമെന്നെ കുറിച്ച് സംസാരിച്ചിരുന്നു. അങ്ങനെ നിങ്ങൾ ഒരു PhD പൊസിഷൻസ് ഷോർട്ട് ലിസ്റ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് പ്രൊഫസർക്ക് ഇമെയിൽ അയക്കാണ്. അപ്പോൾ നമ്മൾ ഇമെയിൽ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ ബേസിക്കായ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ വളരെ ചെറുതായിട്ട് സംസാരിക്കുന്നത്. വീഡിയോ ഫുള്ള് കാണാം. മേക്ക് ഇറ്റ് പ്രൊഫഷണൽ. അതായത് ഒരു ഇമെയിൽ അയക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അയക്കാണ്ടിരിക്കുക. പകരം അറ്റ്ലീസ്റ്റ് പുട്ട് സം ടൈം, മേ ബി 15-20 മിനിറ്റ്സ് ഇരുന്നിട്ട് എഡിറ്റ് ചെയ്യുക, ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കിനെ കറക്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇമെയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പം യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് ഹലോ പ്രൊഫസർ, അതിൻ്റെ ഫുൾ നെയിം മനസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. കാരണം നമ്മൾ സെക്കൻഡ് നെയിം വെച്ച് തുടങ്ങണോ ഫസ്റ്റ് ഒന്നും അറിയില്ല. ചില കൺട്രീസ് സെക്കൻഡ് നെയിമാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഫുൾ നെയിം ഇട്ടിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തെറ്റാതെ ഇടുക. പിന്നെ ചിലർ, എൻ്റെ സുഹൃത്തുക്കൾ, ചില ആൾക്കാർ ഇങ്ങനെ ഇമെയിൽ അയക്കുന്ന സമയത്ത് അവർ ലിസ്റ്റ് ചെയ്ത് ഇമെയിൽ എന്തോ മാറിപ്പോയതാണ്. അപ്പം ഒരു പ്രൊഫസർ എക്ക് അയക്കേണ്ട മെയിൽ പ്രൊഫസർ ബിക്കാണ് അയച്ചത്. അപ്പോൾ പ്രൊഫസറുടെ ഒരു മെയിൽ നെയിമാണ്, പ്രൊഫസർ ബിയുടെ ഒരു ഫീമെയിൽ നെയിമാണ്. അപ്പോൾ ഫീമെയിൽ മെയിൽ നെയിം വെച്ചൊക്കെ അയച്ചാകെ കൺഫ്യൂഷനായി കോമഡി ആയിക്കിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അയക്കുമ്പോൾ നോക്കുക ആർക്കാണ് അയക്കണത്, ഇത് തന്നെയല്ല ഇമെയിൽ ID എന്ന് കൃത്യമായി നോക്കുക. അപ്പോൾ ഹലോ പ്രൊഫസർ എന്ന് തുടങ്ങുക. എന്നിട്ട് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. 3-4 ലൈനിൽ നിങ്ങൾ ആരാണ്, നിങ്ങൾ എവിടെ നിന്നാണ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, നിങ്ങൾ എന്തിനാണ് ഇമെയിൽ അയക്കുന്നത് ഡിസ്ക്രൈബ് ചെയ്യുക. പിന്നെ സെക്കൻഡ് പാരഗ്രാഫിൽ നിങ്ങൾ ഈ PhD പൊസിഷനാണ് ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ PhD പൊസിഷൻ എന്തുകൊണ്ട്, വൈ യു ആർ ആപ്റ്റ് ഫോർ ദിസ് പൊസിഷൻ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു പൊസിഷന് വളരെ റെലവെന്റ് ആയിട്ടുള്ളത് ബാക്കിയുള്ളത് അപേക്ഷിച്ച്, എന്താണ് നിങ്ങളുടെ ഈ പൊസിഷനുള്ള മേന്മ എന്ന് പ്രൊഫസർ കൺവിൻസ് ചെയ്യാൻ നോക്കുക. അന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എസ്സേ എഴുതണം നല്ല പറയുന്നത്, ഒരു 3 പാരഗ്രാഫിൽ വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പായ രീതിയിൽ പറയുകയാണ് ചെയ്യുക. നിങ്ങളുടെ ഇൻട്രസ്റ്റുകൾ, എന്തുകൊണ്ടാണ് PhD പൊസിഷൻ താല്പര്യമുള്ളത്, നിങ്ങൾ മുമ്പ് ചെയ്ത പ്രൊജക്റ്റുകളുണ്ട്, അത് പ്രൊഫസറുടെ ചെയ്ത പേപ്പറുകൾ വായിച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പേപ്പർ ചെറിയൊരു സജഷൻസ്, പിന്നെ നിങ്ങളുടെ മേ ബി നിങ്ങളുടെ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഐഡിയാസ് ഉണ്ട്, അതിനെക്കുറിച്ച് ചെറിയ ഡിസ്കഷൻ. അപ്പോൾ ഇതിൽ എല്ലാത്തിനെയും കൂടി ഒരു അടിച്ച് ചെറുതാക്കി വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് ആ ഇമെയിൽ വെക്കുകയാണ് ചെയ്യുക. ദെൻ യു എൻഡ് ഇറ്റ് അപ്പ് പ്രോപ്പർലി. CV ആൻഡ് SOP അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾ CV ഉണ്ടാക്കുമ്പോൾ മേക്ക് ഇറ്റ് ലുക്ക് പ്രൊഫഷണൽ. കൃത്യമായ രീതിയിൽ എല്ലാം അറേഞ്ച് ചെയ്തിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മാരിറ്റൽ സ്റ്റാറ്റസ് ഒന്നും ദേ ഡോണ്ട് കെയർ. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ടോപ്പിൽ, പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അത്, നിങ്ങൾ പബ്ലിഷ് ചെയ്യേണ്ട അത്, കോൺഫറൻസ് സ്റ്റാറ്റിൻ്റെ അത്, നിങ്ങളെപ്പോൾ നിങ്ങളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ, അതായത് നിങ്ങളൊരു പ്രൊഫസർ ആണെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റുഡൻറ്റ് ഇമെയിൽ അയക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റുഡൻറ്റ് CV നോക്കുകയാണെങ്കിൽ, നിങ്ങളൊരു പ്രൊഫസർ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ നോക്കുകയാണെന്ന് ആലോചിക്കുക. അപ്പോൾ അതിനനുസരിച്ച് തയ്യാറാക്കുക. അപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻറ്റിൻ്റെ CV എടുക്കുമ്പോൾ അതിൽ എന്തൊക്കെ കാണണം എന്നാണ് നിങ്ങൾ ഒരു പ്രൊഫസർ എന്ന ആഗ്രഹിക്കുക എന്താണോ അതൊക്കെ നിങ്ങൾ അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ അത്തരത്തിൽ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ്സ് കണക്ട്സ്. പിന്നെ ഫോട്ടോ ഒന്നും വെക്കാതിരിക്കുക CV-യിൽ. ചില കൺട്രീസിൽ പ്രിഫർ ചെയ്യുന്നുണ്ട്, ചില പ്രിഫർ ചെയ്യുന്നില്ല. അപ്പം ബെറ്റർ ടു അവോയ്ഡ് ഇറ്റ്. വൈ ടു മേക്ക് ആൻ ഇംപ്രഷൻ ബേസ്ഡ് ഓൺ പിക്ചർ ആൻഡ് തിങ്സ്. ദാറ്റ്സ് നോട്ട് റൈറ്റ്. അപ്പോൾ ഫോട്ടോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ CV-ക്ക് പിന്നെ SOP-യിൽ കൃത്യമായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. വൈ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് PhD പൊസിഷൻ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇങ്ങനെയാണ് മാച്ച് ആവുന്നത്. അപ്പോൾ കൃത്യമായ രീതിയിൽ പറയുക. മാക്സിമം 2 pages, അതിൽ കൂടുതലൊന്നും അതിൽ കൂടുതൽ എഴുതാണ്ടിരിക്കാൻ നോക്കുക. കാരണം വായിക്കുന്ന ഒന്നാമത് സമയം ഉണ്ടാകത്തില്ല, രണ്ടാമത് ഇൻട്രസ്റ്റ് ഉണ്ടാവുന്ന അറിയത്തില്ല. അപ്പം 2 പേജിലൊക്കെ എല്ലാം ശരിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ചുരുക്കിയിട്ട് അറ്റാച്ച് ചെയ്യുക, SOP അറ്റാച്ച് ചെയ്യുക, CV അറ്റാച്ച് ചെയ്ത് ഇമെയിൽ അയക്കും. മാക്സിമം ഇതൊന്നൊരു തമ്പ് റൂൾ എന്ന രീതിയിൽ പറയുന്നതാണ്, ഇതൊന്നും കറക്റ്റായിരിക്കണമെന്നില്ല. എന്നാലും ബെറ്റർ ടു ഷെഡ്യൂൾ ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ഗെറ്റ് ദ ഇമെയിൽ ഓൺ ദ മെയിൽ ബോക്സ് മേ ബി ഓൺ Tuesdays or Thursday, അല്ലെങ്കിൽ ഒരു തിങ്കളാഴ്ച വെള്ളിയാഴ്ചകളൊന്നും അവരുടെ ഇമെയിലുകളിൽ അയക്കാതിരിക്കാൻ നോക്കുക. കാരണം ഓൾറെഡി വീക്കെൻഡുകളിൽ വന്ന് നടക്കുന്ന ഇമെയിലുകൾ നിറഞ്ഞിട്ടുണ്ടാവും. ഫ്രൈഡേസിൽ ദേ വിൽ ബി ഇൻ എ ഹറി. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മളൊരു ബെറ്റർ ടു Tuesday, Thursday ആ ഒരു വിൻഡോയിൽ അയക്കുന്നതായിരിക്കും നല്ലത്. പ്രിഫറബിളി മോർണിംഗ്. അത്രയാണ് ഇമെയിൽ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നിങ്ങൾ ഇമെയിൽ അയച്ചിട്ട് ഇതിനെ റിമൈൻഡർ അയക്കാൻ, റിപ്ലൈ നീട്ടിയില്ല റിമൈൻഡർ അയക്കാം. നിങ്ങൾ തിങ്കളാഴ്ച ഇമെയിൽ അയച്ചിട്ട് ചൊവ്വാഴ്ച തന്നെ റിമൈൻഡർ ചോദിക്കാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് ഗിവ് ദം 2 weeks. കാരണം അവർ കണ്ടിട്ടുണ്ടാവാം, മേ ബി they will just put to look at some other time. അപ്പോൾ നമുക്കറിയില്ല, അവർ ബിസി ആയിരിക്കാം, മേ ബി അവർ ഗ്രാൻഡ് റൈറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്ക് ഉണ്ടാവാം. അപ്പോൾ അത് മേ ബി അവർ വീക്കെൻഡ് എടുത്ത് വായിച്ചു നോക്കാം, അല്ലെങ്കിൽ വേറെ ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടാവും.
അറ്റ്ലീസ്റ്റ് ഗിവ് ദം 2 weeks. 2 weeks കഴിഞ്ഞിട്ടും ഇമെയിൽ റിപ്ലൈ ഒന്നും കിട്ടിയില്ലെങ്കിൽ മേ ബി യു ക്യാൻ സെൻഡ് എ റിമൈൻഡർ ആൻഡ് വൺ മോർ. രണ്ട് കൂടുതൽ റിമൈൻഡർ അയക്കാതിരിക്കുന്നത്. ഒന്ന് നമ്മുടെ ടൈം വേസ്റ്റ് ആയിരിക്കും, പിന്നെ പ്രൊഫസർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഗെറ്റ് ബാക്ക് ടു us അറ്റ്ലീസ്റ്റ് വിത്തിൻ 2 weeks. ഒന്നുമില്ലെങ്കിൽ ഒരു ഡീസെന്റ് ആളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ റിപ്ലൈ അയക്കും, ഓക്കെ പൊസിഷൻ ഫീൽഡ് ആണ്, അല്ലെങ്കിൽ ഇപ്പൊ എടുക്കാൻ പറ്റില്ല, ഫണ്ടിങ്ങില്ല, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ ഇമെയിൽ അയക്കും. അപ്പൊ രണ്ട് കൂടുതലും തവണ അയക്കാതിരിക്കാൻ നോക്കുക. പിന്നെ മേ ബി ആ ഇമെയിൽ അവർ ചെക്ക് ചെയ്യാതിരിക്കുന്നതാവാം, അങ്ങനെ പല കാരണങ്ങളും പല റീസൺസ് ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് ഒരു സ്പെഷ്യൽ എന്താ പറയാ, 2 തവണ കൂടുതൽ റിമൈൻഡർ ആക്കാൻ ആവശ്യമില്ല. പിന്നെ നിങ്ങൾ ഇമെയിൽ അയക്കുമ്പോൾ ഒരു ജനറിക് ഇമെയിൽ ആക്കാതിരിക്കാൻ ശ്രമിക്കുക, എപ്പോഴും പേഴ്സണലൈസ് ചെയ്യാൻ നോക്കുക. അവർ വായിക്കുമ്പോൾ തന്നെ ഓക്കെ ഐ നോ ദിസ് പേഴ്സൺ എന്ന് തോന്നണം. അല്ലാതെ നിങ്ങളൊരു ജനറിക് ഇമെയിൽ ഉണ്ടാക്കിയിട്ട് ഒരു 100 പേർക്ക് ഒരു ഷൂട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യാതിരിക്കാൻ നോക്കുക. അപ്പോൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ യു സിറ്റ്, പ്രിപ്പയർ വെൽ ആൻഡ് സെൻഡ് ഇറ്റ്. അതൊരു ഡോണിങ് ടാസ്ക് ആണ്. കാരണം പേജിൽ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ചിലപ്പോൾ 10-100 പേർക്ക് ഇമെയിൽ അയച്ച് അപ്ലിക്കേഷൻ ചെയ്താലൊക്കെ ചിലപ്പോൾ 5-10 റിപ്ലൈ കിട്ടത്തുള്ളൂ, അതറിയാം. പക്ഷെ ഗിവ് യുവർ ബെസ്റ്റ്, ഓക്കെ പ്രിപ്പയർ വെൽ ആൻഡ് ഗിവ് യുവർ ബെസ്റ്റ്. പിന്നെ അപ്പം ജനറിക് ഇമെയിൽ അയക്കാതിരിക്കാൻ നോക്കുക. പിന്നെ ജനറിക് വേറെ കാര്യം, നമ്മളിപ്പോൾ കാണുന്ന പ്രവണത എന്ന് പറയുന്നത് ലാർജ് ലാംഗ്വേജ് മോഡൽ, ChatGPT, ജെമിനി പോലത്തെ മോഡൽ വെച്ചിട്ട് ഇമെയിൽ ജനറേറ്റ് ചെയ്തിട്ട് അത് ഫോർവേഡ് ചെയ്യുന്ന ഒരു പ്രവണതയൊക്കെ ഉണ്ട്. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഇഷ്ടംപോലെ ഇമെയിലുകൾ ഇങ്ങനെ ഈ രീതിയിൽ ഉണ്ടാക്കിയത് വരാം. അപ്പോൾ അവർ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരാൾക്ക് ഉപയോഗിച്ച് ശീലമുള്ള ഒരാളാണെങ്കിൽ കണ്ടാൽ തന്നെ അറിയാം, ഓക്കെ ദിസ് ഈസ് ChatGPT ക്രിയേറ്റഡ് എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. പ്ലാജിയറിസം നമുക്ക് കോമൺ സെൻസിലുള്ള കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വഴികളൊന്നും നോക്കാണ്ടിരിക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾ ഇമെയിൽ അയച്ചിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, പങ്ക്ച്വേഷൻ കറക്ഷൻ ചെയ്യാൻ, ഗ്രാമാറ്റിക് കറക്ഷൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കാം, നോ പ്രോബ്ലം. അല്ലാതെ നമ്മൾ ഫ്രം 0 to 1 ഒറ്റയടിക്ക് ഇമെയിൽ ഈ മോഡലുകൾ കൊണ്ട് ഉണ്ടാക്കാതിരിക്കാൻ നോക്കുക. ഇറ്റ് വോണ്ട് ഹെൽപ്പ് യു എനിവേ. അപ്പൊ അത്തരത്തിലാണ് ഇമെയിൽ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇമെയിൽ ഡേറ്റ് നമ്മൾ എപ്പോൾ അയക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ മേക്ക് ഇമെയിൽ ഐ ഡി ലുക്ക് പ്രൊഫഷണൽ. നമ്മളിപ്പോ കുമാർ 123456789 എന്നൊക്കെ ഇമെയിൽ ഐ ഡി വെക്കാതിരിക്കാൻ നോക്കുക. മേക്ക് ഇറ്റ് പ്രൊഫഷണൽ, ലുക്ക് ഗുഡ്. ഇതൊന്നൊരു എന്താ പറയാ, അതൊരു ഒരു റൂൾ ബുക്കിൽ റൂളൊന്നും അല്ല, വളരെ ജനറൽ ആയിട്ട് നമ്മുടെ ചെയ്യുന്ന സജഷനാണ്. നമ്മൾ ഒരു ഇമെയിൽ ഐ ഡി കാണുമ്പോൾ ഓക്കെ അയ്യേ എന്ന് തോന്നിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ പിന്നെ പിക്ചറൊക്കെ വേണമെന്ന് ഞാൻ പറയുന്ന എപ്പോഴും പിക്ചർ എടുത്ത് ഒഴിവാക്കാനാണ്, വെക്കുന്ന വലിയ ഗുണമെന്ന് തോന്നില്ല. അപ്പോൾ അത്രയാണ് ഇമെയിൽ അയക്കുമ്പോൾ. ഇനി നമ്മൾ CV എഴുതുന്ന ഫോർമാറ്റുകൾ, SOP ഫോർമാറ്റുകൾ യൂഷ്വലി വെബ്സൈറ്റുകളിലും ഗൂഗിളിലൊക്കെ അവൈലബിൾ ആണ്. കോപ്പി അടിക്കാതിരിക്കാൻ നോക്കുക. നിങ്ങളെ രീതിയിൽ ഒരു എന്താ പറയുക, ഇരുന്നിട്ട് മനസ്സിരുത്തി എഴുതി പ്രിപ്പയർ ചെയ്യുക. മേക്ക് ഇറ്റ് ലുക്ക് യൂണീക്ക്, ഒരു റിപ്പീറ്റേഷൻ അല്ലെങ്കിൽ കോപ്പി അടിച്ചതുപോലെ ആക്കാതിരിക്കുക. നമ്മളിപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്താണ്, ഇനി യൂണിവേഴ്സിറ്റി അപ്ലൈ സമയത്ത് തന്നെ ഇവര് ദിനംപ്രതി ഇഷ്ടംപോലെ അപ്ലിക്കേഷനിൽ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും പ്രോബിലിറ്റി വെച്ച് നോക്കാതെ ഇങ്ങനെ തന്നെ നോക്കി കോപ്പി അടിച്ച ആൾക്കാരുടെ നിങ്ങളുടെയും ഒരേ സമയമൊക്കെ വരും. അപ്പം ഒരു കണ്ടറിയും ഓക്കെ ഇത് കോപ്പി അടിച്ചതാണ്, അത് യുണീക്കല്ല ഇത് മനസ്സിലാവും. അപ്പോൾ അത് എഫക്റ്റീവ് ചെയ്യുന്നതല്ല, ബട്ട് ഡോണ്ട് മേക്ക് എ ബാഡ് ഇംപ്രഷൻ അൺനെസറിലി. അപ്പോൾ അത്തരത്തിൽ ചെയ്യാം. ഇനി പറയാനുള്ളത്, ഇമെയിൽ നമ്മൾ അയച്ചു, CV SOP അയച്ചു. ഇനിയിപ്പോൾ CV പ്രിപ്പയർ ചെയ്യുന്നതിന് ഹെൽപ്പ് ആണെന്നെങ്കിൽ അറിയിക്കുക. ഞാൻ അതിന് അടുത്തൊരു വീഡിയോയിൽ അല്ലെങ്കിൽ കമന്റ് ചെയ്ത് ഇൻട്രസ്റ്റ് എന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാം. അപ്പോൾ ഞാൻ അതിനാൾ പിക്ക് ചെയ്തിട്ട് we'll sit and do SOP and CV question together. ഒരു സൂം മീറ്റിങ്ങിനെ മറ്റോ ചെയ്തിട്ട് നമുക്ക് ഇരുന്നിട്ട് എഡിറ്റ് ചെയ്യാം. അപ്പം ഐ തിങ്ക് ഇറ്റ് വിൽ ബെനിഫിറ്റ് സം ഓഫ് യു. അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇനി CV SOP കുറിച്ച് വേറൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. പിന്നെ ഇമെയിൽ എങ്ങനെ കണ്ടുപിടിക്കാം, പ്രോസസ് ഇമെയിൽ കണ്ടുപിടിക്കാം എന്നൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആർക്കായി ഇമെയിൽ അയക്കണം അറിയാം, നിങ്ങൾക്ക് വല്ലാതെ PhD ചെയ്യാൻ മുട്ടി നിൽക്കുന്നുണ്ട്, പക്ഷെങ്കിൽ ആർക്ക് അയക്കണം, ഏത് പ്രൊഫസർ അപ്രോച്ച് ചെയ്യണമെന്ന് അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡിലുള്ള ടോപ്പ് ആരൊക്കെയാന്ന് നോക്കുക. നാനോ മെഡിസിൻ, അപ്പൊ നാനോ മെഡിസിനിൽ ആ ഫീൽഡിലെ ടോപ്പ് ആരൊക്കെയാണ്, എങ്ങനെ കണ്ടുപിടിക്കും? ഒന്നുമില്ലെങ്കിൽ ആ ഏരിയയിൽ പബ്ലിഷ് ചെയ്ത ടോപ്പ് ജേർണലുകളിൽ വന്ന ആരാണ് അവരുടെ ഓതേഴ്സ് നോക്കാം. അല്ലെങ്കിൽ ആ ഏരിയയിലെ കോൺഫറൻസുകൾ, റിസന്റ് കോൺഫറൻസ് ടോക്കുകളിൽ കൊടുത്ത ആൾക്കാർ ആരൊക്കെ നോക്കാം. അപ്പോൾ അങ്ങനെ ആ ഫീൽഡിലുള്ള പിന്നെ വെബ് ഓഫ് സയൻസ് പോലത്തെ ടൂളുകൾ, പലതരം ഓൺലൈൻ ടൂളുകളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വേറെ വിശദമായ വീഡിയോ ചെയ്യാം. ആ ടൂളുകൾ നമുക്ക് ആൾക്കാരെ ഫിൽട്ടർ ചെയ്യാനും ആൾക്കാരെ കണ്ടുപിടിക്കാനും കമ്പയർ ചെയ്യാനൊക്കെ പറ്റും. ഇതൊന്നും ഒരു ഫൈനൽ കമ്പാരിസൺ അല്ല, പക്ഷെങ്കിൽ നമുക്കൊരു ഗസ് ഐഡിയ കിട്ടാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഏത് പ്രൊഫസറാണ് ആ ഫീൽഡിലെ ഇൻട്രസ്റ്റ് എന്ന് മനസ്സിലാക്കാൻ, ഫീൽഡിലെ ടോപ്പ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അത്രയൊക്കെയാണ് എൻ്റെ ജനറൽ സജഷൻസ്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു.
മലയാളത്തിലൊരു അക്കാദമിക് സ്വപ്നങ്ങൾക്കൊരു താങ്ങ് കൊടുക്കുക എന്നുള്ളൊരു ഹെൽപ്പ് ചെയ്യാനുള്ള രീതിയിലാണ് ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അപ്പം ഹോപ്പ് ഇറ്റ്സ് ഹെൽപ്പിങ് യു. ഇനി വേറെ എന്തെങ്കിലും ജനറൽ കമൻറ്റുകൾ ഉണ്ടെങ്കിൽ ദാറ്റ് ഐ ക്യാൻ ഇംപ്രൂവ് മൈസെൽഫ് മൈ വീഡിയോസ്, അല്ലെങ്കിൽ ഒരു ടോപ്പിക് സജഷൻ ഉണ്ടെങ്കിൽ പറയാം. ഐ ട്രൈ ടു മേക്ക് എ വീഡിയോ അബൌട്ട് ഇറ്റ്. എനിക്ക് അറിയാത്ത ടോപ്പിക് ആണെങ്കിൽ ഐ ഫൈൻഡ് സമ്മൺ ഹു ക്യാൻ ഡു ദാറ്റ് വോണ്ട് ബി എ പ്രോബ്ലം. അപ്പോൾ അത്തരത്തിലൊക്കെയാണ്. അപ്പോൾ വീഡിയോ എൻ്റെ സോഷ്യൽ മീഡിയ ചാനൽസുകളുടെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനും ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ദിസ് കമന്റ് ഇഫ് നോട്ട് യെറ്റ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് യു ആർ ഹാവിങ് എ ഗ്രേറ്റ് ഡേ. ബൈ.